നമ്മൾ പറഞ്ഞു വരുന്നത് വിഴിഞ്ഞം മൈനർ തുറമുഖത്തിൻ്റെ കാര്യമാണ്. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ചൈനയിൽ നിന്ന് ഈ കോവിഡ് പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ക്രൂ ചേഞ്ച് നടന്നിരുന്നു. എമിഗ്രേഷൻ സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. ഈ തുറമുഖത്തിൻ്റെ ഔട്ടർ ആങ്കറേജിൽ ലോകത്തിലെ ഏറ്റവും വലിയ മദർഷിപ്പുകൾ ഉൾപ്പെടെ 780ഓളം കപ്പലുകൾ ഇവിടെ ക്രൂ ചേഞ്ച് നടത്തി കോവിഡ് കാലത്ത്. ഈ ക്രൂ ചേഞ്ചിലൂടെ ഏതാണ്ട് 20 കോടി രൂപ സർക്കാർ ഖജനാവിലേക്ക് വരുമാനം ഉണ്ടാക്കി. അതിനുശേഷം അഴീക്കൽ തുറമുഖം, അതുപോലെ ബേപ്പൂർ അഴീക്കൽ, അവിടുന്ന് മണൽ ഖനനത്തിലൂടെയും മണൽ വിൽപ്പനയിലൂടെയും മാരിടൈം ബോർഡിൻ്റെ വരുമാനമായിട്ട് ഏതാണ്ട് 280 കോടി ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വരുമാനം ഉണ്ടാക്കി. ഇതെല്ലാം ഇപ്പോൾ നിലച്ചിരിക്കുകയാണ്. ഇപ്പോഴും മണൽ നീക്കം നടക്കുന്നുണ്ട്, മണൽ കച്ചവടം നടക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ 1/4 മാത്രമാണ് ഖജനാവിലേക്ക് വരുന്നത്. ഇവിടെയൊക്കെ വ്യാപകമായ അഴിമതി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.